ഹലോ എവരി വൺ, വെൽക്കം ടു വിന്നേഴ്സ് എഡ്യൂസോൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തൊഴിൽ വാർത്തയിലെ മോക്ക് ടെസ്റ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. എക്സ്പ്ലോറർ 1 ഏത് രാജ്യത്തിൻ്റെ കൃത്രിമോപഗ്രഹമാണ്? അമേരിക്ക. തിരുവിതാംകൂറിലെ ചരിത്ര സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ളൂർ രചിച്ചിട്ടുള്ള മഹാകാവ്യം ഏത്? ഉമാകേരളം. എല്ലാ സംസ്ഥാനങ്ങൾക്കും ഗവർണർ ഉണ്ടായിരിക്കണമെന്ന് നിഷ്കർഷിക്കുന്ന അനുച്ഛേദമേത്? അനുച്ഛേദം 153. ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട സമ്മേളനം നടന്നതെവിടെ? ബെൽഗാം. ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജത്തിന് എന്ത് വ്യത്യാസം ഉണ്ടാകുന്നു? കൂടി വരുന്നു. ഏത് കായിക മത്സരവുമായി ബന്ധപ്പെട്ടാണ് പ്രസിഡന്റ് എന്ന പദം ഉപയോഗിക്കുന്നത്? ഫെൻസിംഗ്. ഹിമാലയൻ താഴ്വരകളിലെ കരേവ എന്ന ഇനം മണ്ണ് എന്തിൻ്റെ കൃഷിക്കാണ് പ്രസിദ്ധം? കുങ്കുമം. മഷി, തുകൽ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് ഏത്? ടാനിക് ആസിഡ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല യുദ്ധമുറ പ്രയോഗിച്ചതാര്? താന്തിയ തോപ്പി. മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്തതും കടൽ തീരമില്ലാത്തതുമായ കേരളത്തിലെ ഒരു ജില്ല ഏത്? കോട്ടയം. നാഷണൽ ഹൈവേസ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റിന് തുടക്കമിട്ടത് ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ്? അടൽ ബിഹാരി വാജ്പേയി. ആർ ശങ്കർ, മന്നത്ത് പത്മനാഭൻ എന്നിവർ ചേർന്ന് രൂപം നൽകിയ സംഘടന ഏത്? ഹിന്ദു മഹാമണ്ഡലം. ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം ഏതു പേരിൽ അറിയപ്പെടുന്നു? കൊഹീഷൻ ബലം. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന നോർമൻ ബോർലോഗ് ഏത് രാജ്യക്കാരനായിരുന്നു? USA. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണമായ പ്രോട്ടോൺ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ? ഏണസ്റ്റ് റദർഫോർഡ്. ക്ലാസിപ്പർ എന്ന കഥാപാത്രം ഏത് നോവലിലാണുള്ളത്? കയർ. ഷാജി N. കരുൺ സംവിധാനം ചെയ്ത അതിജീവിതത്തിൻ്റെ കനൽ വഴികൾ എന്ന സിനിമ ആരുടെ ജീവിതം പ്രമേയമാക്കിയുള്ളതാണ്? AK ഗോപാലൻ. സിറോഫ്താൽമിയ ഏത് വിറ്റമിൻ്റെ അപര്യാപ്തത കൊണ്ട് ഉണ്ടാകുന്ന രോഗമാണ്? വിറ്റമിൻ A. പട്ടിക 1 പട്ടിക 2 ചേരുംപടി ചേർത്ത് താഴെ കൊടുത്തിരിക്കുന്ന കോഡുകളിൽ നിന്ന് ശരി ഉത്തരം തിരഞ്ഞെടുക്കുക. പാണ്ഡവപുരം, പറങ്കിപ്പടയാളി, അമ്പലമണി, പർവ്വതങ്ങളിലെ കാറ്റ്. പട്ടിക 2 സർദാർ KM പണിക്കർ, സേതു, ജോർജ് ഓണക്കൂർ, സുഗതകുമാരി. സി. ഹെറിംഗ് പോണ്ട് എന്നറിയപ്പെടുന്ന സമുദ്രഭാഗം ഏത്? വടക്കൻ അറ്റ്ലാന്റിക്. സോവിയറ്റ് യൂണിയൻ സ്പുട്നിക് 1 വിക്ഷേപിച്ച വർഷമേത്? 1957 ഒക്ടോബർ 4. ശ്രീവില്ലിപുത്തൂർ മേഘമലൈ കടുവാ സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? തമിഴ്നാട്.
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏത്? PK തുങ്കൻ കമ്മിറ്റി. വൻകുടലിലെ ബാക്ടീരിയകൾ ഉൽപ്പാദിപ്പിക്കുന്ന വിറ്റമിൻ K. ഉപ്പ് പെട്ടെന്ന് നിഗൂഢമായ ഒരു വാക്കായി മാറി ശക്തിയുടെ ഒരു വാക്ക് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യയിലെ നഗരങ്ങളുടെ പട്ടിക ചുവടെ നൽകിയിരിക്കുന്നു. ഇന്ത്യയിലെ അവസാന സെൻസസ് പ്രകാരം ഈ നഗരങ്ങളെ ജനസംഖ്യ കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് ക്രമപ്പെടുത്തുക. ഡൽഹി, പൂനെ, മുംബൈ, ബാംഗ്ലൂരു. സി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തോറിയം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? കേരളം. അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡിൻ്റെ മാറ്റങ്ങൾ രേഖപ്പെടുത്തുന്ന ഗ്രാഫ് ഏതു പേരിൽ അറിയപ്പെടുന്നു? കീലിംഗ് കർവ്. ഇന്ത്യയിൽ ഭൂപട നിർമ്മാണത്തിന് ചുമതലപ്പെട്ട സ്ഥാപനമേത്? സർവേ ഓഫ് ഇന്ത്യ. കവിയുടെ കാൽപ്പാടുകൾ ആരുടെ ആത്മകഥയാണ്? പി. കുഞ്ഞിരാമൻ നായർ. പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വയ്ക്കുന്നതിന് എതിരായി സുപ്രീം കോടതിയും ഹൈക്കോടതികളും പുറപ്പെടുവിക്കുന്ന ഉത്തരവ്? ഹേബിയസ് കോർപ്പസ്. 1,00,000-ലധികവും 10,00,000-ൽ താഴെയും ജനസംഖ്യയുള്ള നഗരങ്ങൾ അറിയപ്പെടുന്ന പേര്? നഗരം. മൺസൂൺ മഴയും ഇടവിട്ടുള്ള വേനൽക്കാലവും അനുഭവപ്പെടുന്ന സ്ഥലങ്ങളിൽ രൂപം കൊള്ളുന്ന മണ്ണിനമേത്? ലാറ്ററൈറ്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും ഹിന്ദു മഹാസഭയുടെയും അധ്യക്ഷനായ ഏക നേതാവ്? മദൻ മോഹൻ മാളവ്യ. ഔദ്യോഗിക ഭാഷകൾ ഭരണഘടനയുടെ ഏത് പട്ടികയുടെ പ്രതിപാദ്യമാണ്? 8ാം പട്ടിക. എല്ലാവർക്കും അവസര സമത്വം ഉറപ്പാക്കുന്ന ഭരണഘടനാ അനുച്ഛേദമേത്? 16. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന പ്രധാന സംഭവമേത്? കീഴാരിയൂർ സംഭവം. ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്ന്? 1949 നവംബർ 26. മലയാളത്തിലെ ആദ്യ ചെറുകഥയായ വാസനാവികൃതി പ്രസിദ്ധീകൃതമായ മാസിക? വിദ്യാവിനോദിനി. താഴെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് ഓർഗൻ ഓഫ് കോർട്ടിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? പ്രസ്താവന 2ഉം 4ഉം ശരി. ബേസിലാ സ്തരവും രോമകോശങ്ങളും ഉൾപ്പെട്ടത്. കേൾവിക്ക് കാരണമായ നാഡി ആവേഗങ്ങളെ സൃഷ്ടിക്കുന്നു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോർട്ട് മാനേജ്മെൻറ്റ് എവിടെയാണ്? ചെന്നൈ. ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാനാവുന്ന HD 3385 ഏതിനം വിളയാണ്? ഗോതമ്പ്. ഇന്ത്യയിൽ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം? ഉപദ്വീപീയ പീഠഭൂമി. എത്ര ജനസംഖ്യയുള്ള നഗര സമുച്ചയങ്ങളാണ് മെഗാ നഗരം അഥവാ മെഗാ സിറ്റി?
50 ലക്ഷത്തിലധികം. ഗദ്ദർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗുമ്മാടി വിത്തൽ റാവു ഏത് ഭാഷയിലെ വിപ്ലവ കവി എന്ന നിലയിലാണ് പ്രശസ്തി നേടിയത്? തെലുങ്ക്. പയറുവർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ വേരുകളിൽ വസിച്ച് നൈട്രജനെ വലിച്ചെടുക്കുന്ന ബാക്ടീരിയ? റൈസോബിയം. ചിഹ്നഗ്രഹത്തിൽ നിന്ന് അവശിഷ്ടങ്ങൾ ശേഖരിച്ച് വിജയകരമായി ഭൂമിയിൽ തിരിച്ചെത്തിയ ദൗത്യമേത്? ഒസീരീസ്. പ്രധാനമായും ഏതെല്ലാം ഘനലോഹങ്ങളാണ് കാമ്പിൻ്റെ നിർമ്മിതി? നിക്കൽ, ഇരുമ്പ്. കുമാരനാശാൻ കുട്ടികൾക്കായി രചിച്ച രാമായണ കൃതി? ബാലരാമായണം. ഇന്ത്യയിൽ സിവിൽ സർവീസ് ആരംഭിച്ച ബ്രിട്ടീഷ് ഭരണാധികാരി ആരായിരുന്നു? കോൺവാലിസ് പ്രഭു. ഇന്ത്യയുടെ മെയിൻലാൻഡിൽ അല്ലാത്ത ഏക മേജർ തുറമുഖം? പോർട്ട് ബ്ലെയർ. ചന്ദ്രശങ്കര ഏത് വിളയുടെ സങ്കര ഇനമാണ്? തെങ്ങ്. ഹെറോൺ മാർക്ക് II ഡ്രോൺ ഏത് രാജ്യത്തിൽ നിന്നാണ് ഇന്ത്യ വാങ്ങിയത്? ഇസ്രായേൽ. ഇന്ത്യയും ഏത് രാജ്യവുമായിട്ടുള്ള സംയുക്ത പദ്ധതിയാണ് ഗോലോങ്ചു? ഭൂട്ടാൻ. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ജേതാക്കളായ വർഷം? 1973. മത്സ്യബന്ധന തുറമുഖമായ മാപ്പിള ബേ ഏത് ജില്ലയിലാണ്? കണ്ണൂർ. ഡൂണുകൾ എന്ന് വിളിക്കുന്ന താഴ്വരകൾ കാണപ്പെടുന്ന ഹിമാലയ ഭാഗം ഏത്? സിവാലിക്. മൊളാസിസ് ബേസിൻ എന്നറിയപ്പെടുന്ന സംസ്ഥാനം? മിസോറം. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്ത പ്രദേശം? ഡിഗ്ബോയ്. മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണമായ ബലം? പ്രതലബലം. മനുഷ്യാലയ ചന്ദ്രിക എന്ന പുസ്തകം ഏത് രംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വാസ്തുശാസ്ത്രം. കന്നിമരം സ്ഥിതി ചെയ്യുന്ന തുണക്കടവ് ഏത് വന്യജീവി സങ്കേതത്തിലാണ്? പറമ്പിക്കുളം. ഇന്ത്യയുടെ ദേശീയ വൃക്ഷമായ പേരാലിൻ്റെ ശാസ്ത്രനാമം? ബംഗാളൻസിസ്. മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി നദികളാൽ വൻതോതിൽ അപരദനത്തിന് വിധേയമായി തുടർച്ച നഷ്ടപ്പെട്ട ഉയരം കുറഞ്ഞ കുന്നുകളേവ? പൂർവഘട്ടം. ഗാന്ധി ഭൂരി എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വനിതാ രക്തസാക്ഷി? മാതംഗിനി ഹസ്ര. മാതംഗിനി ഹാസ്ര. കേവല ഭൂരിപക്ഷ വ്യവസ്ഥ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത് ഏത് രാജ്യത്തു നിന്നാണ്? ബ്രിട്ടൻ. ഒരേ ആറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ആറ്റങ്ങൾക്ക് പറയുന്ന പേര്? ഐസോടോപ്പുകൾ. കരുതൽ തടങ്കലിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ അറസ്റ്റ് എത്ര മാസം പരമാവധി നീട്ടിക്കൊണ്ടുപോകാം? 3 മാസം.
ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ബ്രിട്ടീഷ് പാർലമെന്റിന്റെ പരിപൂർണ നിയന്ത്രണത്തിലാക്കിയ നിയമമേത്? പിറ്റിന്റെ ഇന്ത്യ നിയമം 1784. താഴെ തന്നിട്ടുള്ള ഉപഗ്രഹങ്ങളിൽ സൗരസ്ഥിര ഉപഗ്രഹം ഏത്? ലാൻഡ് സാറ്റ്. വന്ദേ മാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ നിർവഹിച്ചത്? അരവിന്ദ ഘോഷ്. ഫുട്ബോളിൻ്റെ ആകൃതിയിലുള്ള കാർബണിൻ്റെ രൂപാന്തരം? ഫുള്ളറിൻ. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനയേത്? ലൂ എന്ന ഉഷ്ണക്കാറ്റ് തമിഴ്നാടിൻ്റെ തീരപ്രദേശങ്ങളിലാണ് വീശുന്നത്. 1955 രാഷ്ട്രപതി നിയോഗിച്ച പാർലമെന്റിന്റെ ഔദ്യോഗിക ഭാഷാ കമ്മീഷന്റെ തലവനായിരുന്നു ബി.ജി. ഖേർ. കേരളത്തിലെ ആദ്യത്തെ റെയിൽ പാത ഏത്? ബേപ്പൂർ തിരൂർ. വരയുടെ പരമശിവൻ എന്ന് വി.കെ.എൻ. വിശേഷിപ്പിച്ചതാരെ? കെ.എം. വാസുദേവൻ നമ്പൂതിരി. അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പദവി ഏറ്റെടുത്തതാരെ? ഗാന്ധിജി. ദിനോസറുകളുടെ കാലത്തുണ്ടായ അപൂർവമായ ട്രീ ഫേൺ കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം? ആനമുടിച്ചോല. ഉപലേന്ദു ചാറ്റർജി എന്ന കേന്ദ്ര കഥാപാത്രം കടന്നുവരുന്ന ടി.ഡി. രാമകൃഷ്ണന്റെ നോവലേത്? ആൽഫ.